കള്ളൂപ്പ് ഇതിനകത്ത് കയറ്റരുതെന്ന്. ഹീറോയ്ക്ക് ഇന്ന് ഒരു വള്ളം തെറി കിട്ടി, അതിന്റെ ടെൻഷനാ എനിക്ക്. നീ ക്ഷമി. ഇവൻ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രിയല്ലേ, ക്ഷേമം അന്വേഷിക്കാതിരിക്കാൻ പറ്റൂ? അതെ, ഇവൻ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി, നീ ധനകാര്യം, ഞാൻ എക്സൈസ്. മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് മാത്രം ഒഴിഞ്ഞു കിടപ്പുണ്ട്. ആ ഗുരുതാര ന്യായമായിട്ട് നിന്ന് തന്ന ആ പോസ്റ്റിലേക്ക് ഞാൻ അവനെ ചൊരുവാം. തമാശ വേണ്ട, തമാശ വേണ്ട. സ്ഥാനത്ത് അസ്ഥാനത്ത് കയറി നിനക്കൊരു തമാശ പറഞ്ഞിട്ടുണ്ട്. നീ ഒറ്റ ഒരു തന്നെ ഇവനെ വഷളാക്കുന്നത്. എന്തിനും കയറി ഞാൻ കൂട്ടുന്നോളൂ. ഞാനോ? പറഞ്ഞോ, ഇഷ്ടം പോലെ പറഞ്ഞോ. ഈ ചെണ്ടയിൽ ആർക്കും കയറി അടിക്കാമല്ലോ. സൂപ്പർ സ്റ്റാർ കേൾക്കുന്നുണ്ടോ? നിന്നെ ഞാൻ അവിടെ കൊണ്ടുപോയെന്ന്. പിന്നെ മാറി വരുന്നവന്മാരൊക്കെ വീട്ടിൽ കൊണ്ടാക്കലല്ലേ എന്റെ പണി. എത്രയും വേഗം അവിടുത്തെ ജോലി തീർത്തിട്ട് ഇവിടെ വന്നൊന്ന് മലക്കാന്ന് വിചാരിക്കുമ്പോഴാ ഇവന് മാത്യു സച്ചനോട് സ്നേഹം തോന്നിയത്. ശരിക്കും കിട്ടി ഹീറോയ്ക്ക് അവിടെ വായിന്ന്. കാലത്ത് ലവ് സീറ്റ്, ഇരുട്ടത്ത് തെറി സീറ്റ്. ഷീസ് എ ബ്ലഡി പ്രോസ്റ്റിറ്റ്യൂട്ട്. അത് നിനക്കെങ്ങനെ അറിയാം? നാട്ടുകാർക്ക് മുഴുവനും അറിയാം. അരേ, നിനക്കൊരു പരിചയമില്ലാത്തൊരു പെൺകുട്ടിയെ പറ്റി ആഭാസത്തരം പറഞ്ഞിട്ട് അത് നാട്ടുകാരെ തലയിലിട്ട് രക്ഷപ്പെടാൻ നോക്കരുത്. ബെസ്റ്റ് ഡയലോഗ്. നാളത്തെ സീനി പറയാം. മറന്നുപോകാതെ പേപ്പറിൽ കുറിച്ച് വെച്ചേരെ. ഞാനിത് നകത്താക്കട്ടെ. കാക്കത്തൊള്ളായിരം. ചില സമയത്ത് നിനക്ക് വലിയവരുടെ സംസാരമുണ്ട്. കൊലുസ് കിട്ടിയാ പോരെ, രൂപ എന്തിനാ അറിയുന്നേ? അമ്മ ചോദിക്കുമ്പോ പറയാനാ. അമ്മ ചോദിക്കുമ്പോ ഇങ്ങനെ ക്ലിക്ക് കാണിച്ചാ മതി. അയ്യടാ, എന്ത് രസം. ആരാ? ആരാ? ദാദാ, ഗുരു ദാദാ. വിവാരട്ട് ഇവിടെ ഇല്ല. ഓ, നീ ഏതാ? ഞാൻ ഹരികൃഷ്ണൻ. മോളിൽ താമസിക്കുക. ബാങ്കിലാ. അങ്കിളേ, അങ്കിളേ, എന്റെ കൊലുസ് ഉണ്ടാ? എന്താ നിന്റെ പേര്? അമ്പിളി. അമ്പിളി. അമ്പിളി കൊള്ളാം. അച്ഛൻ എവിടെ പോയി മോളെ? അറിയില്ല. ഞാൻ വന്നിട്ട് പോയെന്ന് മോള് പറയാതെ അച്ഛൻ അറിയണ്ടേ? അയ്യോ, ചവിട്ടാനറിയാം. ഞാൻ ദാദാ, ഗുരു ദാദാ. ഇടത്തെ തോളിൽ, ഇവിടെ അല്ലേ? പരോളില. പെറ്റി കേസുകൾ കൈകാര്യം ചെയ്യാൻ സമയമില്ല. ഒരു വലിയ കേസ് തീർക്കാനുണ്ട്. ദിവാകരൻ മറക്കില്ല. കാണാം. നിങ്ങളാരാ? എന്ത് വേണം? നിന്റെ അപ്പനെ വേണം. അവൻ എവിടെ പോയി? മാത്യൂസ്. അപ്പൻ ഇപ്പൊ ഇവിടെ ഇല്ലെന്ന് മനസ്സിലായില്ലേ? അവനില്ലാത്ത സ്ഥിതിക്ക് തൽക്കാലം നിന്നെയാലും മതി. എന്റെ ചേച്ചി ഒന്നും ചെയ്യില്ലേ? എന്റെ ചേച്ചി ഒന്നും ചെയ്യില്ല. ഇടിക്കട്ട പ്രയോഗം. തള്ളയുടെ മോള് തന്നെ. തള്ളയെ കുഴിച്ചിട്ടേ തലയിൽ ബാക്കി കിടപ്പുണ്ട്. ഇതുപോലെ തന്നെ കൊണ്ടുപോയി കുഴിച്ചിട്ട് കളയുന്നില്ല. ഒരു പട്ടിയും ചോദിക്കില്ല ഞങ്ങളോട്. എന്താ സുസന്നെ? എന്ത് പറ്റി? എന്താ പ്രശ്നം? ഗുരുവിന്റെ ആൾക്കാരാ ഞങ്ങള്. കള്ളു കുടിച്ച് അവിടെ ഇവിടെ നടന്ന് ഗുരുവിനെ കുത്തുവെന്നും വെട്ടുവെന്നും പറഞ്ഞ അവന്റെ നാക്ക് പിഴുതെടുത്ത് കളയുമെന്ന് ആ റാസ്കലിനോട് പറഞ്ഞേക്ക്. വരില്ലടാ. ചേച്ചി,
പരാതി കൊടുക്കാനല്ലേ പറ്റൂ ഹരി. സാറ് പൊയ്ക്കോ, ഞാൻ പുറകെ വന്നേക്കാം എന്ന് എസ് ഐ തന്നെ എന്നോട് പറഞ്ഞത്. വരുന്നെങ്കിൽ വരട്ടെ, അല്ല ഞാനും ചെയ്യാനാ. നിങ്ങളെല്ലാരും വീട്ടിൽ പോയി വല്ലതും കഴിച്ച് കിടന്ന് ഉറങ്ങാൻ നോക്ക്. നാളെ ജോലിക്ക് പോകണതല്ലേ. നിനക്ക് നിർബന്ധമാണെങ്കിൽ ഞാനിവരെ പറഞ്ഞു വിടാം. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോ പാർട്ടിക്കാരെയും കൂട്ടിട്ട് പോയാൽ മതി. ഇലക്ഷൻ കഴിയുന്നവരെയെങ്കിലും. ആ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോ നമുക്ക് പോവാം. വരട്ടെ. എന്താ ഇത് വയറേട്ട, പോലീസ് വന്നിരുന്നോ? ഓ, പോലീസും വന്നില്ല, പട്ടാളവും വന്നില്ല. രാജമ്മ ചേച്ചി ഒന്നും ഉണ്ടായിരിക്കുന്നേ? പേടിച്ചിട്ടാണോ? ധൈര്യമായിട്ടിരിക്കും, ഞങ്ങളൊക്കെ ഇല്ലേ ഇവിടെ. ഞങ്ങളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നവരാണെങ്കിലും നിങ്ങൾ ഞങ്ങളുടെ ചേച്ചിയും ചേട്ടനുമാണ്. ദിവാകരേട്ടന്റെ ദേഹത്ത് തൊടാൻ ഞങ്ങൾ സമ്മതിക്കല്ല. അവൻ വരട്ടെ ഇനി. തലവെട്ടിയ കേസിന്റെ കാര്യം കഴിഞ്ഞിട്ടല്ലേ തലമുടി വെട്ടിയ കേസിന്റെ കാര്യം. ഒന്നും ശരിയാവാൻ പോകുന്നില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ മേലാധിപത്യം. വാസ്തവം വാസ്തവം. പണ്ട് കാക്കി ഇട്ടോണ്ട് നടന്ന് ഞങ്ങളുടെ കയ്യിലായിരുന്നു. ഇപ്പൊ ദാദമാരുടെ കയ്യിലായി ആധിപത്യം, അല്ലേ സാർ? നിനക്ക് വിവരമുണ്ടനിയാ. നീയാണോ ദാദായെ ചവിട്ടിയത്? അല്ല സാർ, ഈ അനിയനാണ്, വിഷ്ണു അനിയൻ. ഇങ്ങ് വാ. നീയാണോ ചവിട്ടിയത്? അതെ, അപ്പൊ അങ്ങനെ ചെയ്യേണ്ടി വന്നു. വേണ്ടാത്തതിലൊന്നും ചെന്ന് പെട്ടേക്കല്ലേ അനിയ. ഇപ്പൊ അവന്മാരുടെ കാലമാ. പിടിച്ചകത്തിട്ടാലും ഏതെങ്കിലും ഒരു MLA പിടിച്ച് അവൻ പുറത്തിറങ്ങും. വളരെ ശരിയാണ് സാർ. അപ്പൊ ഞങ്ങൾ പോട്ടെ സാർ. ഈ കാര്യം കുറച്ച് ഗൗരവമായിട്ട് എടുക്കണം. എല്ലാം ഗൗരവം തന്നെ. അവനെ തൂക്കാം, തൂക്കി ഒന്ന് വരട്ടാം. അതിൽ കൂടുതൽ ഇപ്പോഴത്തെ സെറ്റപ്പ് ഞങ്ങളെ കൊണ്ട് ഒന്നും പറ്റൂല. പോട്ടടി മോളെ, മുടി പോയത് വിഷമമുണ്ടോ? ചെറുപ്രായമല്ലേ, മുടി വളർന്നോളും. എന്ത് നല്ല പോലീസ് അല്ലേലയാ. വാസ്തവം. എന്ത് പറഞ്ഞാ തെണ്ട് റാസ്കൽ? കുരുതാതെയാ നിന്റെ അമ്മയുടെ കുരു അടിച്ചതിന്റെ കൂമ്പ് കളിക്കി കളയും. നീ ആരടാ ബാർബറ? നാട്ടുകാരുടെ മുടി വെട്ടി കളിക്കാൻ പരോളിൽ ഇറങ്ങിയത് തെമ്മാടിത്തരം കാണിക്കാനാണോടാ തെണ്ടി പട്ടി? മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി നിന്റെ ചാളയിലെങ്ങാനും കഴിഞ്ഞോണം. ഇനി എന്റെ ഏരിയയിൽ നിന്നെ പറ്റി ഒരു പരാതി കിട്ടിയ പിന്നെ നീ സൂര്യപ്രകാശം കാണത്തില്ലടാ കഴിവറട മോനെ. ഇവൻ ഒപ്പിടാറുണ്ടോ? ഇല്ല. കാലത്തും വൈകിട്ട് ഇവിടെ ഒന്ന് ഒപ്പിട്ടോണം കേട്ടോടാ. വയ്ക്കോ. പുതിയ പയ്യനാണ് അല്ലേ? പോ പോ, ഒപ്പിട്ടിട്ട് പോ. അയാൾ കേക്കണ്ട. യൂണിഫോമിൽ ഇപ്പോഴേ ചുളിവ് വീഴ്ത്തരുതെന്ന് പറഞ്ഞേക്ക. വേണ്ടതുപോലെ ഞാൻ ചെയ്തോളാം. നീ ഇപ്പൊ പോ. ഒരു കീറ്റക്കടലാസിൽ 4-5 പൈങ്കിളി വാചകങ്ങൾ എഴുതുന്ന പ്രേമിക്കുന്ന കാമകനൊന്നും അല്ല ഞാൻ. നിന്നെ ഞാനും തൊട്ടുപോയി, നീ എന്റേതാണെന്നുള്ള വിശ്വാസത്തിൽ. അതൊരു വലിയ പ്രശ്നമാക്കിയെടുത്ത് നിന്റെ വീട്ടുകാരനെ അങ്ങ് നേരിട്ട് കളയാമെന്ന് പറഞ്ഞാൽ വായും പൊത്തി നിന്ന് കേട്ടുകൊടുക്കാൻ പാരൽ കോളേജിൽ പഠിക്കുന്ന ക്നാപ്പം പോവാലൊന്നും അല്ല ഞാൻ. എന്നോട് തെമ്മാടത്തം കാണിക്കാൻ വന്നാൽ പേടിച്ചോടുന്നവനും അല്ല ഞാൻ.